മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥനാണെങ്കിൽ അറിയുന്നേ ഇല്ല, സാഗറാണെങ്കിൽ ഇപ്പോൾ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് നിൽക്കുന്ന കാര്യം അവിടെ വെച്ച് ഔപചാരികമായി കാണുമ്പോഴത്തേക്കും അവനാകെ ദേഷ്യവും കലിയെല്ലാം കൂടി വരുന്നു. മാർക്കോയും അനന്തും കണ്ണനും മഹാലക്ഷ്മിയൊക്കെ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒരു നിമിഷം അവൻ അങ്ങ് മറന്നു പോകുന്നു. തൻ്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയവനാ അവനെ ഒരു നിമിഷം പോലും ഇനി ജീവനോടെ വെറുതെ വിട്ടേക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ മുണ്ടും മടക്കി കുത്തി സാഗറിനെ ചെന്ന് നന്നായിട്ട് തല്ലുന്നുണ്ട്. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യലേന്ന് സാഗർ കെഞ്ചി ചോദിക്കുമ്പം മേഘനാഥനാണെങ്കിൽ പറയുന്നത്, എൻ്റെ ശത്രുവായ മഹാലക്ഷ്മിയെ വഴിപിഴച്ചവളായി മുദ്ര കുത്താൻ വേണ്ടിയിട്ട് നിന്നെ ഈ നാട്ടിലേക്ക് ഇറക്കിയതിന് ശേഷം ഈ നാട്ടിലേക്ക് തന്നെ നിന്നെ കൊണ്ടുവന്ന് എൻ്റെ പെണ്ണിനെ തന്നെ നീ അടിച്ചുകൊണ്ട് പോയല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് ഉപദ്രവിക്കുന്ന സമയത്ത് മാർക്കോയാണെങ്കിൽ മേഘൻ്റെ കൈ പിടിച്ച് തടയുന്നുണ്ട്. എന്നിട്ട് മേഘനിട്ട് രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യുന്നു. മാർക്കോ മേഘനിട്ടൊരു വാൺ കൊടുക്കുന്നുണ്ട്. സാഗർ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ജോലിക്കുള്ളത്. മര്യാദയ്ക്കൊരു കാര്യം പറഞ്ഞേക്കാം, നീ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ലല്ലോ സാഗറിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്. കുട്ടിക്കാലം മുതലേ നിന്നെ സ്നേഹിച്ച നിന്റെ മുറപ്പെണ്ണ് സാഗർ വിളിച്ചപ്പോഴേ കൂടെ ഇറങ്ങി വന്നെങ്കിൽ നിന്നോടൊപ്പമുള്ള ജീവിതം അവൾ മടുത്തു എന്ന് തന്നെ അർത്ഥം. നിന്റെ പല കള്ളക്കളികളും അവൾ കണ്ടുപിടിച്ചു. സാഗറിനെയും മഞ്ജുവിനെയും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം അതോടെ തീർന്നു എന്ന് കൂട്ടിക്കോ എന്നും പറഞ്ഞിട്ട് മാർക്കോ അങ്ങ് പോകുമ്പോഴത്തേക്കും മേഘനാഥൻ സാഗറിനോട് പറയുന്നുണ്ട്, നീ ഈ പോയവൻ്റെ ബലത്തിലല്ലേ എൻ്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയത്. ഒരു കാര്യം നീ ഓർത്തോ, എന്നും ഇവൻ നിന്നോടൊപ്പം കാണില്ല. ആ അവസരത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുക, അന്ന് നിന്റെ അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് മേഘൻ കലിപ്പിച്ചങ്ങ് പോകുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സാഗറാണെങ്കിൽ മഞ്ജുവിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഇന്ന് വാമദേവനും മേഘനും കൂടി ഹോസ്പിറ്റലിലേക്ക് വന്നു എന്നും വാമദേവനെ അഡ്മിറ്റ് ചെയ്യാനും കണ്ടാ വന്നിരിക്കുന്നത്. എന്നെ അവിടെ വെച്ച് കണ്ട മേഘൻ കലിയോടെ എന്നെ കാറി ചാരി തല്ലിയൊക്കെ ചെയ്തു, മാർക്കം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ആകെ അങ്ങ് പേടിക്കുന്നു. അയ്യോ സാഗരേട്ട, അയാൾ അവിടെ ഉണ്ടെങ്കിൽ സാഗരേട്ട അവിടെ നിൽക്കുന്നത് അപകടമാണ്, അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. പേടിക്കേണ്ട മഞ്ജു, മാർക്കോ വാൺ ചെയ്തിട്ടുണ്ട്, എന്നെ തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ സമാധാനത്തോടുള്ള ജീവിതം അതോടെ തീരുമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും മഞ്ജുവിന് വല്ലാത്ത പേടി വരുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ സാഗറുമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നു. അവിടെ വെച്ച് മഹാലക്ഷ്മിയും കാണുന്നു. മഞ്ജു സാഗറും ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തേക്ക് വരുമ്പോഴാണ് മഹാലക്ഷ്മി അകത്തേക്ക് കയറി വരുന്നത്. അവരെ കണ്ടതും മഹാലക്ഷ്മിയാണെങ്കിൽ ദേഷ്യത്തോടൊരു കാര്യം പറയുന്നുണ്ട്, ഒരു കാര്യം നീ മറക്കണ്ട, നീ മറ്റുള്ള പെൺകുട്ടികളെ കരയിപ്പിച്ചതുപോലെ മഞ്ജുവിനെ കരയിപ്പിച്ചു കഴിഞ്ഞാൽ നീ കരയിപ്പിച്ച അവസാനത്തെ പെൺകുട്ടിയായിരിക്കും മഞ്ജു. മാർക്കോ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളും. അത് കേട്ടിട്ട് സാഗർ വല്ലാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുന്നതിൻ്റെ കൂട്ടത്തിലും മഞ്ജു സ്നേഹത്തോടെ മഹാലക്ഷ്മിയെ നോക്കുന്നു. അത് മഹാലക്ഷ്മി കാണുന്നുവെങ്കിലും ഒന്നും സംസാരിക്കുന്നില്ല. എന്നിട്ട് മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട്, സാഗരേട്ട അത് കാര്യമായിട്ട് എടുക്കണ്ട, എന്നോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാ കണ്ണേട്ടനും മഹാലക്ഷ്മിയേട്ടത്തി ഇങ്ങനെ പറയുന്നത്. അതെനിക്ക് അറിഞ്ഞൂടെ മഞ്ജു, എനിക്കത് ഫീൽ ചെയ്തതുമില്ല. അതേസമയം പ്രതാപനോട് സഹായം ചോദിക്കാൻ മേഘൻ എത്തുന്നു. അതായത് തൻ്റെ ശത്രു സാഗർ എന്ന് പറയുന്നവൻ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ജോലിക്ക് നിൽക്കുന്നത്. അവനെ തല്ലാൻ പോയ എന്നെ മാർക്കോ വിലക്കിയെന്നും ആ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പം നീ വിഷമിക്കണ്ടടാ, ഇവിടെ ഇപ്പോൾ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നിൽക്കുന്നത് കരുണമോളാ. കരുണമോള് ചില പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, മുത്തശ്ശിയും കൂട്ടിനുണ്ട്. അവളൊന്ന് ചത്തു കഴിയുമ്പോഴത്തേക്കും ആ കണ്ണനെന്ന് പറയുന്നവൻ താനെ പത്തി ഒതുങ്ങി നിന്നോളും. പിന്നെ മാർക്കോ എന്ന് പറയുന്നവനെ ഏതെങ്കിലും ഒരു കൊട്ടേഷൻ കൊടുത്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ആ സാഗർ എന്ന് പറയുന്നവനെ തല്ലി ഒതുക്കിയതിന് ശേഷം നിനക്ക് നിൻ്റെ പെണ്ണിനെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നൂടെ. പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളിലെല്ലാം നിനക്കും അവകാശം കിട്ടില്ലേ. അങ്കിള് പറയുന്ന സത്യമാണോ? നമ്മളൊക്കെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം കരുണമോളെയും കൊണ്ടാകുമോ? അവളൊരു കാര്യം നിനച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കും. അത്രയ്ക്ക് വാശിക്കാരിയാ. മുത്തശ്ശിയും കൂട്ടിനുണ്ടല്ലോ. ഏതോ ഒരു നാട്ടുവൈദ്യരുടെ കയ്യിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ മാസം 18-ാം തീയതി മോഹിനിയുടെ പിറന്നാളാ. പിറന്നാൾ ആഘോഷിക്കാൻ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ഒക്കെ വീട്ടിൽ വരുമെന്ന് പറയുന്നത്. പതിവില്ലാത്ത കേക്ക് മുറിയും സദ്യയൊക്കെ ഉണ്ടെന്ന്. അതവളുടെ അവസാന സദ്യയാ. അതിൽ വിഷം കലർത്തി കൊടുക്കാനും കണ്ട ഉദ്ദേശം. അത് കേട്ടിട്ട് മേഘൻ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അതേസമയം കരുണയുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. മഹാലക്ഷ്മിയെ കൊല്ലണമെന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അവളുടെ ഉറക്കം നഷ്ടപ്പെട്ട് രാത്രി ഞെട്ടി എണീക്കുമ്പോൾ ഉണ്ണി ചോദിക്കുന്നു, മഹാലക്ഷ്മിയെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്തതേ ഉള്ളൂ, അതിനുമ്പിട്ട് നിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു അല്ലേ? ഞങ്ങളും ഇതുപോലെ കുറേ അനുഭവിച്ചിട്ടുള്ളതാ. കണ്ണേട്ടനെയോ മഹാലക്ഷ്മിയേട്ടത്തെയോ കൊല്ലണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉറക്കവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് നിസ്സാരമായിരുന്നില്ലേ, ഇപ്പം മനസ്സിലായോ? നിങ്ങൾ എന്താ ഉണ്ണിയേട്ട ഈ പറയുന്നത്? ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നത് സ്വാഭാവിക, പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത്. അതിനെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കണ്ട.
എന്നും പറഞ്ഞ് ഉണ്ണിയോടും തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കരുണ. ഈ പിറന്നാൾ ആഘോഷത്തിനിടയ്ക്ക് കരുണയ്ക്കാണ് പണി കിട്ടാൻ പോകുന്നത്, അതിന് സംശയമില്ല.